Hello, Makle. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ +1 അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിട്ട് ഇറക്കിയിട്ടുള്ള പ്രോസ്പെക്ടസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണ് ആൻഡ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും ഒരു ബോണസ് പോയിന്റ് എന്ന് പറയുന്ന സംഭവം. ആ ബോണസ് പോയിന്റ് എൻ്റെ മക്കൾക്ക് കിട്ടാൻ സാധ്യതയുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് കൊടുക്കേണ്ടത്? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മിസ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓൺലൈനായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുക. ആൻഡ് ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 2-ാം തീയതി മുതലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരാഴ്ചയോളം സമയമുണ്ട് എന്ന് വിചാരിച്ച് ലേറ്റ് ആക്കരുത്. 9-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട ഗ്രൂപ്പ് കൊടുക്കാം. അങ്ങനെ നമുക്ക് 9-ാം തീയതി വരെയാണ്. 9-ാം തീയതിയാണ് അവസാന ഡേറ്റ് എൻ്റെ മക്കൾക്ക് ഓൺലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളുടെ ട്രയൽ അലോട്ട്മെൻറ്റ്, ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപത്തെ ഒരു വീഡിയോയിൽ നമുക്ക് എവിടെയാണ് നമ്മുടെ കിട്ടാൻ ചാൻസ് കൂടുതലുള്ളൊരു കാര്യം അനുസരിച്ച് വരുന്ന ഒരു ജസ്റ്റ് ഒരു ട്രയലാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു ചാൻസാണ്. അങ്ങനെ ട്രയൽ അലോട്ട്മെൻറ്റ് നമുക്ക് 13-ാം തീയതി വരും. ആൻഡ് നമ്മളുടെ അവിടെ നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഡേറ്റിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു കാര്യം വരുന്നത് നമ്മളുടെ ആദ്യ അലോട്ട്മെൻറ്റ് തീയതിയാണ്. അതായത് 19-ാം തീയതി. 19-ാം തീയതിയാണ് നമ്മളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. അങ്ങനെ എൻ്റെ മക്കൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമ്പം നിങ്ങൾ ആദ്യം എന്തായാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങൾക്ക് എന്തൊക്കെ ഗ്രേസ് മാർക്സ്, നിങ്ങൾക്ക് എന്തൊക്കെ പോയിൻറ്റ്സ്, ബോണസ് പോയിൻ്റ്, അതിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്സുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകണം. നിങ്ങൾ വിചാരിച്ച, നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ സ്കൂൾ തന്നെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. അതല്ല നിങ്ങളുടെ വിചാരിച്ച സ്കൂളല്ല വന്നത്, നിങ്ങൾക്ക് ഇനിയും അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും എൻ്റെ മക്കൾ അഡ്മിഷൻ എടുക്കുക, പക്ഷേ ടെമ്പററി ആയിട്ട് എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഡേറ്റിൽ പോയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്സ് ഓക്കെ, ഇപ്പോൾ എന്തൊക്കെയാണെന്ന് മിസ് പറഞ്ഞുതരാം. അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ഇനി അതല്ല നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഒന്നും സീറ്റൊന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നമ്മളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എപ്പോൾ വരുന്നുണ്ട്? സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമുക്ക് ജൂലൈ 1-ന് വരുന്നുണ്ട്. ജൂലൈ 1-നാണ് നമ്മളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൻഡ് മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത് നമ്മളുടെ ജൂലൈ 1-നാണ്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 1-ന് വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 19-ാം തീയതി വരും. ആൻഡ് നമ്മളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എപ്പോൾ വരും? ജൂലൈ 1-ന് വരും. അതോടുകൂടിയിട്ട് മുഖ്യ അലോട്ട്മെൻറ്റ് കഴിയും. അപ്പം ഈ 2 അലോട്ട്മെൻറ്റിലും സീറ്റ് കിട്ടാത്ത മക്കളും വിഷമിക്കേണ്ട. നിങ്ങൾക്കൊരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേറെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസങ്ങളിലായിട്ട് 19-ാം തീയതി 1-ാം തീയതി ആയിട്ട് നമുക്ക് 2 അലോട്ട്മെൻറ്റുകൾ വരും. ഓക്കെ, അപ്പോൾ ഈ അലോട്ട്മെൻറ്റിൽ കിട്ടാത്തവർ വിഷമിക്കേണ്ട. നമുക്ക് 2ാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്ന തീയതി 5-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്കറിയാം, നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതൽ A+ കൂടുതലുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ അതിൽ തന്നെ A+ ഇപ്പോൾ എല്ലാവർക്കും ഫുൾ A+. ഒരു സ്കൂളിലേക്ക് വരുന്ന 2 മക്കളുണ്ട്, അവർക്ക് ഫുൾ A+ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ബോണസ് പോയിൻ്റ്. അപ്പോൾ നിങ്ങൾ ബോണസ് പോയിൻ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എന്തായാലും, സർട്ടിഫിക്കറ്റ്സിൻ്റെ എന്ന് പറയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റും അതിൻ്റെ ഫോട്ടോ ഉണ്ടായാലും മതി. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഡേറ്റും പിന്നെ അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നമ്പറുമാണ് ആവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ബോണസ് പോയിൻ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളോട് അപ്ലൈ ചെയ്യുമ്പോൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിന് നേരെ ടിക്കറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്യൂ ഡേറ്റും സർട്ടിഫിക്കറ്റ് നമ്പറും കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ JRC ഉണ്ടോ എന്ന് ചോദിക്കും. JRC നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്യൂ ഡേറ്റും സർട്ടിഫിക്കറ്റ് നമ്പർ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും സ്പോർട്സിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കലോത്സവങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഇഷ്യൂ ഡേറ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും വേണം. പിന്നെ നമ്മൾ ഏതെങ്കിലും ക്ലബ്ബിൽ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കുക, ടിക്കിടുക. ആൻഡ് അതിൻ്റെ ഇഷ്യൂ ഡേറ്റും നമ്പറും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഫെസ്റ്റ്, മാത്സ് ഫെസ്റ്റ്, സയൻസ് ഫെസ്റ്റ്, അതിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ മക്കൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്ലൈ ചെയ്യുമ്പോൾ ടിക്ക് മാർക്ക് കൊടുക്കാം. അതിൻ്റെ ഇഷ്യൂ ഡേറ്റും നമ്പറും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇതിനിടയിൽ മിസ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എനിക്ക് ബോണസ് പോയിൻ്റ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമ്മളോട് അപ്ലൈ ചെയ്യുമ്പോൾ ചോദിക്കും ബോണസ് പോയിൻ്റ് എത്രയാണ്. ഓക്കെ, അപ്പോൾ ഈ ബോണസ് പോയിൻ്റ് എന്ന് പറയുന്നത് മാക്സിമം ഒരു കുട്ടിക്ക് 10 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആർക്കൊക്കെ എത്രയൊക്കെയാണ് ബോണസ് പോയിൻ്റ് കിട്ടുന്നതെന്നാണ് മിസ് അടുത്ത് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ആർക്കൊക്കെ എത്രയൊക്കെ വീതമാണ് നമ്മുടെ ബോണസ് പോയിന്റ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് വിഭാഗം എന്ന് പറയുന്നത് കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക്. ഓക്കെ, അവർ നിയമപരമായിട്ട് ദത്തെടുത്ത മക്കളാവാം, സ്വന്തം മക്കളാവാം. അപ്പം നമ്മുടെ സോൾജിയേഴ്സിൻ്റെ മക്കൾക്ക് എന്ത് കിട്ടും? 5 മാർക്ക് ബോണസ് പോയിന്റ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 5 മാർക്കാണ് നിങ്ങളുടെ ബോണസ് പോയിന്റ് വരിക. ഇനി അടുത്തത് ജവാന്മാരുടെയോ എക്സ് സർവീസുകാരുടെയോ, അതായത് ആർമിയോ നേവിയോ എയർഫോഴ്സ് എന്നിവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിയമപരമായിട്ട് ദത്തെടുത്ത കുട്ടികൾ. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ നേവിയിലാണ്, ആർമിയിലാണ്, എയർഫോഴ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട്? 3 മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ബോണസ് പോയിൻ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മളുടെ എത്രയാണോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമ്മളുടെ ബോണസ് പോയിൻ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഇഷ്യൂ ഡേറ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നമ്പറും വേണം. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ വേണം കേട്ടോ. പിന്നെ അടുത്തതാണ് NCC. നിങ്ങൾ NCCയിലുള്ളവരാണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് 75% മുകളിൽ NCCയിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം? അറ്റൻഡൻസ് ഉണ്ടാവണം. ഹാജരുണ്ടെങ്കിലാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. ആൻഡ് സ്കൗട്ട് ഗൈഡ് രാഷ്ട്രപതി പുരസ്കാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ ഇഷ്യൂ ഡേറ്റും ആ സർട്ടിഫിക്കറ്റ് നമ്പറും അതിന് അല്ലെങ്കിൽ രാജ്യ പുരസ്കാരം നേടിയവർക്ക്, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾക്ക് ഇവർക്ക് എത്ര മാർക്കുണ്ട്? 2 മാർക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 2 മാർക്ക് ബോണസ് പോയിൻ്റ് കിട്ടും. ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് നമ്മൾ ഹാജരാക്കണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ ഡേറ്റും എപ്പോഴാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ, ഇതാണ് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ. അപ്പോൾ നിങ്ങൾ ലിറ്റിൽ കൈറ്റ്സിൽ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് A ഗ്രേഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് എന്ത് കിട്ടും? നമ്മുടെ ബോണസ് പോയിൻ്റ് കിട്ടും. പിന്നെ അതേ സ്കൂളിലെ വിദ്യാർത്ഥി, അതായത് നിങ്ങളിപ്പോൾ 10 വരെ പഠിച്ച അതേ സ്കൂളിലാണ് എൻ്റെ മക്കൾ +1ലും പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്? 2 മാർക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. പിന്നെ അതേ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, നിങ്ങൾ പഠിച്ച സ്കൂളും നിങ്ങൾ 10 വരെ പഠിച്ച സ്കൂള് ആ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിൽ അല്ലെങ്കിൽ അതേ മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് നിങ്ങൾ ഇനി +1 കൊടുക്കാൻ പോകുന്ന സ്കൂള് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയുണ്ട്? 2 മാർക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. പിന്നെ അതേ താലൂക്ക് ആണെങ്കിൽ 1 മാർക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. ദെൻ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലല്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റ് സ്കൂളുകളിലും ഓക്കെ ഗ്രേഡ് പോയിൻ്റ് എത്രയാണ്? 2 ആയിട്ട് കിട്ടും. ഇനി നമ്മൾ അടുത്തത് കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയിൽ SSLCയിൽ യോഗ്യത നേടുന്ന, അതായത് നിങ്ങൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഈ വർഷം തന്നെ പരീക്ഷ എഴുതി നിങ്ങൾ ക്വാളിഫൈഡ് ആയവരാണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് ഗ്രേസ് പോയിൻ്റ് ഉണ്ട്. അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷം പാസ്സായിട്ട് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, ആൻഡ് ഇത്തവണയാണ് ഒരു വർഷം ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ 3 മാർക്ക് കിട്ടില്ല. അതല്ല, നിങ്ങൾ ഈ 2022-23 അധ്യയന വർഷത്തിൽ തന്നെയാണ് നിങ്ങൾ പാസ് ഔട്ട് ആയത്, ഈ വർഷത്തിൽ തന്നെ എക്സാം എഴുതി പാസ് ഔട്ട് ആയവരാണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, നിങ്ങൾ SSLC പാസ്സായതിൻ്റെ. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ വേണം. ഇനി ഇവിടെ ഒരു എക്സ്ട്രാ കാര്യം പറയുന്നത്, മേൽ പരാമർശിച്ച രീതിയിൽ ബോണസ് പോയിൻറ്റിന് അർഹതയുണ്ടെങ്കിലും കണക്കാക്കുമ്പോൾ ഒരാൾക്ക് 10 മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ ഒരു എക്സ് സർവീസ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ ഒക്കെ ഉണ്ടെന്ന് കരുതാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 3 മാർക്ക് കിട്ടും. അങ്ങനെ നമ്മൾ കൂട്ടി നമുക്ക് വരുമ്പോൾ 10ൽ കൂടുതലുണ്ടെങ്കിൽ അത് കണക്കാക്കില്ല. നമുക്ക് എത്രയേ പറ്റുള്ളൂ? മാക്സിമം ഒരാൾക്ക് 10 മാർക്കേ കിട്ടുള്ളൂ കേട്ടോ. അതാണ് പറയുന്നത്. ഇനി അതായത് വിവിധ ഇനങ്ങളിലൂടെ ഒരു അപേക്ഷകൻ 10ഓ അതിലധികമോ ബോണസ് പോയിൻറ്റിന് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് 10 ആയിട്ട് കണക്കാക്കും. അതുപോലെ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാരം, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിവയിൽ ഏതെങ്കിലും ഒരു ഇനത്തിൽ, അതായത് നിങ്ങൾ ലിറ്റിൽ കൈറ്റ്സിലുണ്ട്, നിങ്ങൾ NCCയിലുണ്ട്, നിങ്ങൾക്ക് രാഷ്ട്രപതി പുരസ്കാരമുണ്ട്, അങ്ങനെ ഇത് 3 ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടില്ല? 8 മാർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ 6 കിട്ടില്ല. അതെല്ലാത്തിലും ഏതെങ്കിലും ഒന്നേ എടുക്കുള്ളൂ. NCCയിലുണ്ടെന്നാൽ 2 മാർക്ക്, ലിറ്റിൽ കൈറ്റ്സിൽ A ഗ്രേഡ് ഉണ്ടെന്നാൽ വീണ്ടും 4 മാർക്ക്, പിന്നെ രാഷ്ട്രപതി പുരസ്കാരം ഉണ്ടെന്നാൽ 6 മാർക്ക്, അങ്ങനെ കൂട്ടില്ല. ഇതിലേതെങ്കിലും ഒന്നിന് ആ 2 മാർക്ക് മാത്രമേ കൂട്ടുള്ളൂ. ഓക്കെ. പിന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. 10ാം തരത്തിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക്, എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തരത്തിൽ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ
NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യപുരസ്കാരം നേടിയവർ, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിങ്ങനെയുള്ള ബോണസ് പോയിൻറ്റിന് അർഹതയുണ്ടായിരിക്കില്ല. എൻ്റെ മക്കൾക്ക് ഓൾറെഡി ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആ 2 മാർക്ക് എൻ്റെ മക്കൾക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്, നിങ്ങൾ NCCയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആ ഒരു NCCയുടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല, ആ ബോണസ് പോയിൻ്റ് കിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്? ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ബോണസ് പോയിൻറ്റിൻ്റെ കാര്യം. അപ്പോൾ എത്രയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ബോണസ് പോയിൻറ്റിൽ എൻ്റെ കുട്ടിയൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്രയാണെന്ന് കൂട്ടിയിട്ട് പറയണം. അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഇഷ്യൂ ഡേറ്റും സർട്ടിഫിക്കറ്റ് നമ്പറും വേണം. അഡ്മിഷൻ സമയത്ത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കണം. അത് കൂടാതെ നിങ്ങൾക്ക് JRCയോ കലോത്സവോ ക്ലബ്സ്, ഏതെങ്കിലും ക്ലബ്ബ്, ഇപ്പോൾ നേച്ചർ ക്ലബ്ബ്, എക്കോ ക്ലബ്ബ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും മാത്സ് മേള, അല്ലെങ്കിൽ സയൻസ് ഫെസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ സ്പോർട്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കും. അപ്പോൾ അതിൻ്റെ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ടിക്കറ്റ് കൊടുക്കുക, അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ഡേറ്റും ഇഷ്യൂ ഡേറ്റും സർട്ടിഫിക്കറ്റ് നമ്പറും കൊടുക്കുക. ഇതൊക്കെ അഡ്മിഷൻ സമയത്താണ് നമ്മൾ ഹാജരാക്കേണ്ടത്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. കയ്യിലില്ലാത്ത സർട്ടിഫിക്കറ്റ്സിൻ്റെ നമ്മളൊന്നും ടിക്കറ്റ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ ആ പോയിൻ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം നമ്മൾ കൊടുത്തു, നമ്മൾ അഡ്മിഷൻ സമയത്ത് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ പോയിൻ്റ് അവിടെ കുറയും. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങളുടെ റാങ്ക് തന്നെ താഴെ ആവാൻ ചാൻസ് ആവും. അപ്പോൾ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്സ് വെച്ച് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ബോണസ് പോയിൻ്റ് കിട്ടാനുള്ള കാറ്റഗറി. അതുപോലെ എക്സ്ട്രാ പോയിൻറ്റ്സിൻ്റെ കാര്യം വെച്ച് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡേറ്റ് നോക്കുക. 2-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ 19-ന് നമുക്ക് അഡ്മിഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്നൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ഉത്തരവ് വരുന്നതിനനുസരിച്ച് എൻ്റെ മക്കളെല്ലാവരെയും അറിയിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ അനുസരിച്ച് ചെയ്യുക. നല്ല പോസിറ്റീവായിട്ട് തന്നെ നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും. ഓക്കെ.